ഗ്രാൻഡ് ഫിനാലെ വിന്നറെ അനൗൺസ് ചെയ്യുന്നതിന് 15 മിനിറ്റ് മുൻപ് വരെ ലൈവ് വോട്ടിംഗ് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഓപ്പൺ ആകും. ഒന്നുകൂടെ വോട്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് അവിടെ തരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് എത്രത്തോളം ഇതിൽ സത്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഏറെക്കുറെ ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കിയിട്ട് ഇത് സത്യമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കുക. ഇത് സത്യമാണെങ്കിൽ ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആൾ ചിലപ്പം കപ്പ് തൂക്കാനുള്ള ചാൻസ് കൂടുതൽ കിട്ടും കേട്ടോ. അപ്പം ഒന്നാമത്തെ കാര്യം, ഈ ഒരു അനീഷ് അല്ലെങ്കിൽ ഈ ഒരു അനുമോൾ, ഇവർ തമ്മിലുള്ളൊരു ഈ ഒരു നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇന്നലെ തൊപ്പി രാത്രി വന്നിട്ട് ലൈവിനകത്ത് 12 മണി വോട്ടിംഗ് അവസാനിക്കാറാവുന്ന സമയത്ത് ലൈവ് ഉണ്ടായിരുന്നു. അനീഷിന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പം സംഭവം അഖിലുമായിട്ട് ഫോൺ വിളിച്ച് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സംസാരങ്ങളാവുന്നുണ്ടായിരുന്നു. ഞാൻ ലൈവെല്ലാം ഞാൻ കണ്ടു. അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ എനിക്കും മനസ്സിലായൊരു കാര്യം. അപ്പം ഇവിടെ തൊപ്പി, ഞാൻ മറ്റേ അപ്ഡേറ്റിനെ പറ്റിയിട്ട് ഞാൻ പറയാം. ഈ ഒരു വിഷയം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ തൊപ്പി വന്നിട്ട് വീണ്ടും അനീഷിന് വോട്ട് പിടിക്കുന്നൊരു ലൈവ് ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ തൊപ്പിയുടെ ഒരു ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഖിൽമാരാർ തൊപ്പിക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ജിൻഡോയെ ജയിപ്പിച്ചത് തൊപ്പിയാണ്, എന്തൊക്കെയോ പ്രതിഫലം പ്രതീക്ഷിച്ച് മേടിച്ച് ബിനു പറഞ്ഞു എന്ന് പൈസ കൊടുത്തിട്ടാണ് തൊപ്പി അത് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു തെറ്റിദ്ധാരണ, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അഖിൽമാരാറിനെ വിളിക്കുന്ന ഒരു തൊപ്പിയാണ് ഇന്നലെ കണ്ടത്. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓക്കെ, അതെന്തോ ആയിക്കട്ടെ. ഇവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടെ വോട്ടിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം. ഈ ഒരു ഷോയിൽ ഈ കണ്ടസ്റ്റൻസിന് ആർക്ക് വേണമെന്നില്ല, അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പക്ഷേ ഞാനിവിടെ എനിക്ക് തൊപ്പിയുടെ ആ ഒരു ലൈവ് കണ്ടപ്പോഴത്തേക്ക് തൊപ്പിക്കൊരു ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് ഈ ഒരു ലൈവ് ചെയ്തത്, അനീഷിനെ ജയിപ്പിക്കണം എന്ന്. കാരണം ഇവിടെ പൈസ മേടിക്കുന്നതോ മേടിക്കാത്തതോ അല്ല. തൊപ്പി എന്ന് വെച്ചാൽ ഗെയിം സ്ട്രീമായിട്ട് പോകുന്ന ആൾക്കാർ, ലൈവിനകത്ത് വന്ന് കാര്യങ്ങൾ, ഇപ്പം ഗെയിമും കാര്യങ്ങളൊക്കെ ചെയ്യുക, അതുപോലെ എൻ്റർടൈനും കാര്യങ്ങളൊക്കെ കാണിക്കുക. അപ്പോൾ ലൈവിനകത്ത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ തൊപ്പി അപ്പോൾ ആ സമയത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും എടുക്കാനും കുറേ ആൾക്കാർ, ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് കുറേ ആൾക്കാർ വോട്ട് ചെയ്യും. അപ്പോൾ ഇന്നലെ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആ സമയത്ത് കുറേ ആൾക്കാർ കയറി വോട്ട് ചെയ്തു. പിന്നെ ഇത് വോട്ട് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. കാരണം ഇത് ജിയോ ഹോട്ട്സ്റ്റാർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം, അത് പൈസ അടയ്ക്കണം. പൈസ അടച്ചിട്ട് മാത്രമേ ഇത് വോട്ട് ചെയ്യാൻ പറ്റൂ, അല്ലാതെ ഫ്രീ അല്ല. അപ്പം എത്ര ആൾക്കാരത് ചെയ്തു എന്ന് നമുക്കറിയത്തില്ല. അത് കപ്പ് തൂക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും. പിന്നെ ഇത് 1-2 ദിവസം കൊണ്ടുള്ളൊരു പരിപാടിയല്ല. ഇപ്പോൾ തൊപ്പി ഒരു ലാസ്റ്റ് ദിവസം ലൈവിനകത്ത് വന്ന് പറയാം അന്നത്തെ ദിവസത്തെ വോട്ടിംഗ് ഇതല്ല, പ്രീവിയസ് വീക്ക്, ഈ ഒരാഴ്ചത്തെ ഫുള്ള് വോട്ടിംഗ് റിസൾട്ടാണ് നോക്കുന്നത്. അങ്ങനെയുണ്ട്. അപ്പം ഇവിടെ തൊപ്പിയുടെ ഒരു കേസ് ഇട്ട് നോക്കണം. തൊപ്പി വിമർശിക്കുമല്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുവാണ്. തൊപ്പി ഓൾറെഡി പറയുന്നുണ്ട്, കാരണം ഞാനിത് ബിഗ് ബോസ് ഈ ഒരു ഷോ കാണാത്ത ഒരാളാണ്, പക്ഷേ എനിക്കൊരാൾ ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ തൊപ്പിക്ക് പേഴ്സണലി ഇപ്പം ആ ഒരു വോട്ട്, ഇപ്പം ഞാനൊരു കാര്യം, എനിക്കിപ്പം അത്യാവശ്യം ഫോളോവേഴ്സൊന്നുമില്ല. ഞാനിപ്പോൾ ലൈവ് സ്ട്രീം ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഞാനിപ്പം കൂടെയുള്ള ഒരാളെടുത്ത് പറയാം. ഞാനിപ്പോൾ അത്യാവശ്യം എന്നെ കുറച്ച് ആൾക്കാരെ അറിയാത്ത ഒരാളാണെങ്കിൽ എനിക്കറിയാവുന്ന ആൾക്കാരെടുത്ത് പറയാം, ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണേ, ഞാനിപ്പം എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, എന്നെ അറിയാവുന്ന ഒരാളാണ്, അതുകൊണ്ട് ഇന്ന കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്യണേന്ന് എനിക്കങ്ങനെ പറയാം. അതിൽ ഒരു മര്യാദ ഉണ്ട്. പക്ഷെ നമ്മളെ ഒരു ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പം അത് ഈ സായി കൃഷ്ണ ഫോണിൽ വിളിച്ചിട്ട് തൊപ്പിയെടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. അത് കറക്റ്റ് കാര്യം തന്നെയാണ്. കാരണം തൊപ്പി ഇപ്പം ലൈവിനകത്ത് വന്നിരുന്നിട്ട് തൊപ്പിക്ക് പറയാം, ഞാനിപ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലൈവിൽ ഇങ്ങ് പറഞ്ഞു പോവാം, എനിക്ക് അനീഷിനാണ് ഇഷ്ടം, ഞാൻ അനീഷിനെ വോട്ട് ചെയ്തു, ഞാൻ അനീഷിനാണ് വോട്ട് ചെയ്യുന്നത്, എനിക്ക് അനീഷ് ജയിക്കണമെന്നാണ് ആഗ്രഹം എന്നൊരു ജസ്റ്റ് പറഞ്ഞിട്ട് പോവാം. പക്ഷേ ഇവിടെ തൊപ്പി അതിനു വേണ്ടിയിട്ട് തന്നെ ഒരു ലൈവാണ് തൊപ്പി, അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ലൈവുമായിട്ടാണ് തൊപ്പി വന്നിട്ടുള്ളത്. ആദ്യത്തെ ദിവസവും പിന്നെ അത് കഴിഞ്ഞിട്ടും ഇപ്പോൾ അഖിൽമാരാറുമായിട്ട് ഇന്നലെ ഒരു പ്രശ്നം നടക്കുന്ന ലൈവിനകത്തും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഇൻറ്റൻഷൻ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇത് ഇനി പൈസ മേടിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ഇത് എല്ലാവർക്കും ഒരു ബിസിനസ്സാണ്. ഇതിൻ്റെ എല്ലാവരും ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ തന്നെയാണ്, അല്ലേ? ഇപ്പം ചിലപ്പം അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞിട്ടുള്ള തൊപ്പിയുടെ ലൈവിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള അനീഷിനെ ജയിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരാനുള്ളൊരു ഉദ്ദേശമായിരിക്കാം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ട്, ബെനിഫിറ്റ് ഉണ്ട്, അല്ലേ? പൈസ ഇപ്പോൾ മേടിച്ചാൽ മാത്രമേ അതിനകത്ത് ഒരു പ്രോഫിറ്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരോട് ആ ഒരു ഇതിനോട് എനിക്ക് താല്പര്യമില്ല. പറയുന്ന കുറേ ആൾക്കാർ ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കും, തൊപ്പി ഇതൊന്നും ഒരു 5 പൈസ മേടിക്കാതെയാണ് സ്ട്രീമിനകത്ത് വന്ന് പറയുന്നത് പറയും. പക്ഷേ ആ ഒരു സ്ട്രീം കൊണ്ട് തൊപ്പിക്ക് ചിലപ്പോൾ ഒരുപാട് നേട്ടങ്ങളുണ്ടാവും. ചിലപ്പോൾ അനീഷ് അത് കഴിഞ്ഞിട്ട് വരും, ആ ലൈവിനകത്ത് അനീഷിരിക്കുന്ന 1 മണിക്കൂർ തൊപ്പിക്ക് എത്രമാത്രം ഏണിങ്സ് ഉണ്ടാക്കാം, അല്ലേ?
അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒരു ബിസിനസ്, എല്ലാവരും ഒരു പൈസയുടെ ഒരു മൈൻഡ് വെച്ചിട്ടാണ് എല്ലാവരും ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പം ഇവിടെ പിന്നെ ആ തൊപ്പി ലൈവിനകത്ത് പറയുന്നത് കേട്ടിട്ട് വോട്ട് ചെയ്യാനെ കൊണ്ട് ചിലപ്പം കുറേ ആൾക്കാർ, പിള്ളേർ സെറ്റുകൾ കാണും. പക്ഷെ ആ ഷോ എന്താന്ന് പോലും അറിയാത്ത കുറേ ആൾക്കാരായിരിക്കും അത് വോട്ട് ചെയ്യുന്നത്. തൊപ്പി പറഞ്ഞത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അല്ലേ. ഇതൊക്കെ ഓരോ ആൾക്കാരെ ആ ഷോ കണ്ട് വിലയിരുത്തിയിട്ട് ഇപ്പം അങ്ങനെ വിലയിരുത്തിയിട്ട് വോട്ട് ചെയ്യുന്നതിൽ നമുക്ക് പറയാം അതിനകത്തൊരു സത്യസന്ധത ഉണ്ടെന്ന് പറയാം. പക്ഷേ എന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം എനിക്ക് വോട്ട് ചെയ്യണമെങ്കിൽ എനിക്കത് പേഴ്സണലി വോട്ട് ചെയ്യാം. പക്ഷേ നമ്മളിപ്പം എന്നെ ഇഷ്ടപ്പെട്ട് കുറച്ച് ആൾക്കാർ, എനിക്ക് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ഈ പറഞ്ഞിട്ടുള്ള കൺവിൻസ് ചെയ്ത് പെട്ടെന്ന് ഈ പറഞ്ഞിട്ടുള്ള ലൈവ് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ട് ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാലും അവരെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ വോട്ട് ചെയ്യും. പക്ഷെ അതിനകത്തൊരു സത്യസന്ധത ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ. കാരണം ആ ഷോ കണ്ട് ഈ ഷോ ലക്ഷക്കണക്കിന് ആൾക്കാർ ലൈവ് കണ്ട്, ഹോട്ട്സ്റ്റാറിൽ പൈസ പേ ചെയ്ത് ലൈവ് കണ്ട് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഓരോ പോയിന്റുകൾ വരെ പോയിന്റ് ഔട്ട് ചെയ്ത് ഈ ഷോ കണ്ട് വിലയിരുത്തി അല്ലെങ്കിൽ ഇതിനെ വോട്ട് ചെയ്ത് പൈസ ചിലവഴിച്ച് സമയം ചിലവഴിച്ച് വോട്ട് ചെയ്യുന്ന ഒരുപാട് സാധാരണപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ഡിസർവ് ആയിട്ടുള്ള ഒരാൾ ജയിക്കണമെന്നാണ്. വ്യക്തിപരമായിട്ട് വോട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ മറ്റുള്ളവരെയും കൂടെ അതിൽ ഈ ചെയ്യുന്നത് ലൈവിനകത്ത് വന്നിരുന്നിട്ട് ഇപ്പോൾ തൊപ്പി ചെയ്യുമ്പോഴത്തേക്ക് അത് വേറൊരു ലെവലിൽ നിന്നിട്ടാണ് വേറൊരു തരത്തിലേക്ക് പോകും. കാരണം തൊപ്പിയുടെ ഈ ലൈവ് സ്ട്രീമിങ് ഇഷ്ടപ്പെട്ട് കുറേ ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്, കുറച്ച് പിള്ളേർ നിൽപ്പുണ്ട്. അപ്പം അവരെ കൊണ്ട് ആ ബിഗ് ബോസ് പോലും കാണാത്ത പകുതി പേരും അതിനകത്ത് കാണും. ഇതിപ്പോൾ തൊപ്പി അനീഷിന് വേണ്ടിയിട്ടാണ് വോട്ട് ലൈവിനകത്ത് വന്ന് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ അനീഷ് ഇവിടെ ഡിസർവ്ഡ് ആയിട്ടുള്ള ഒരാളല്ലെന്നല്ല, അനീഷും ഡിസർവ് ആണ് ഈ ഒരു ഷോയ്ക്ക് പിന്നാവാൻ. അനുവും ഡിസർവിങ് ആണ്, ഷാനവാസും ഡിസർവിങ് ആണ്. ഇപ്പം തൊപ്പി പറയുന്നുണ്ട്, തൊപ്പി ലൈവ് പോലും കാണാത്ത, ഈ ഷോ പോലും കാണാത്ത തൊപ്പി പറയുന്നുണ്ട് അനീഷ് നല്ലൊരു വ്യക്തിയാണ്, അനീഷ് നല്ലൊരാളാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എത്രയോ ആൾക്കാർ നല്ല ആൾക്കാരുണ്ട്. ഷാനവാസും നല്ലൊരു വ്യക്തിയാണ് അല്ലേ. ഷാനവാസൊക്കെ എന്തൊരു സൂപ്പർ മനുഷ്യനാണ്, 2 വട്ടം ഹെൽത്ത് ഇഷ്യൂസ് കാരണം വെളിയിൽ പോയ ഒരാളാണ്. അങ്ങനെയെങ്കിൽ തൊപ്പിക്ക് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാമായിരുന്നല്ലോ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഈ തൊപ്പി വന്ന് ഇങ്ങനെ ഒരു ലൈവിനകത്ത് ഇന്ന ആൾ ജയിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പുറകിൽ ഇപ്പം ചിലപ്പോൾ അതിൻ്റെ പുറകിൽ ഒന്നും കാണത്തില്ലായിരിക്കും. പക്ഷേ ഇത് കാണുന്ന ജനങ്ങൾ അത് ആ ഒരു തൊപ്പിയോടുള്ളൊരു ഇതും കൂടെയാണ് അത് ജനങ്ങൾ ഒരു തൊപ്പിയോടുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസം കൊണ്ടാണ് നഷ്ടപ്പെടുന്നത്. പൈസ മേടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു ഇൻറ്റൻഷൻ കാണും എന്നുള്ളൊരു ചിന്ത വരും. കാരണം ഇപ്പം അവിടെ നല്ലൊരു മനുഷ്യൻ, നല്ലൊരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവരവിടെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവിടെയും അതിനകത്ത് നിൽക്കുന്ന ആൾക്കാരിലും നല്ല മനുഷ്യരുണ്ട്. അപ്പം സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെയും സപ്പോർട്ട് ചെയ്യും. പിന്നെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യണം, ഞാൻ ആരെ വോട്ട് കൊടുക്കണം. പക്ഷേ അത് നമ്മളെ ഫോളോ ചെയ്ത് വെച്ചേക്കുന്ന കുറേ ആൾക്കാരെ കൊണ്ട് അത് ബലമായിട്ട് ചെയ്യിപ്പിക്കുന്ന പോലെ ചെയ്യുമ്പോഴത്തേക്ക് പക്ഷെ അതിൻ്റെ പുറകിൽ എന്തൊക്കെയോ ഉള്ളതുപോലെ നമുക്ക് തോന്നും. അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ കേട്ടോ. അപ്പം എനിക്കെന്തായാലും അതൊരു ഫെയർ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം അല്ലാതെ തൊപ്പിയെ ഞാൻ വിമർശിക്കുമല്ല കേട്ടോ. പുള്ളിക്കാരൻ്റെ ഒരു യൂണിവേഴ്സലുമായിട്ട് പോവാണ്. ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പം ഇനി വേറൊരു കാര്യം, അതൊക്കെ പോട്ടെ. ഈ കപ്പ് ആര് തൂക്കിയാലും ഇവർ രണ്ടിൽ ആര് തൂക്കും, ഒന്നിൽ അനു തൂക്കും അല്ലെങ്കിൽ അനീഷ് തൂക്കും. ഇവർ 2 വ്യക്തികളെയും സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഒരുപാട് ഇവർ ചെയ്ത് ബിഗ് ബോസ് വീട്ടിനകത്ത് ചെയ്ത ഇവരെ നല്ല പ്രവൃത്തികളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ഞാനും എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. 2ൽ ആര് കപ്പടിച്ചാലും എനിക്കും സന്തോഷമേ ഉള്ളൂ. അപ്പം അപ്ഡേറ്റ് ഞാൻ പറയാം. അത് ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാ ആൾക്കാരിലും ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. ഇതിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കിയിട്ട് സത്യമാണെന്നാണ് പറയുന്നത്. ഇപ്പം വോട്ടിങ്ങിൻ്റെ കാര്യമാണ്. നിങ്ങൾക്ക് വോട്ട് ചെയ്യാനെ കൊണ്ട് ഒരു അവസരം കൂടെ കിട്ടാൻ പോവുകയാണ് കേട്ടോ. ഇപ്പം ഹോട്ട്സ്റ്റാറിനകത്ത് ഈ വോട്ട് ഇതുവരെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്പം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതെനിക്ക് 2-3 പേര് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഫോർവേഡ് തരണേ, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം ഞാൻ 1-2 പേരെടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഇതിലെന്തോ സത്യമുണ്ട്, അപ്പം അത് തള്ളിക്കളയേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം ഷെയർ ചെയ്ത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യും കേട്ടോ. അപ്പം കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ജയിക്കാൻ ഒരു അവസരവും കൂടെ നിങ്ങൾക്ക് കിട്ടുവാണ്. അത് ഞാൻ ആരാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ്, ഈ നെവിനാണെങ്കിലും ഷാനവാസ് ആണെങ്കിലും അനീഷ് ആണെങ്കിലും അക്ബർ ആണെങ്കിലും അനു ആണെങ്കിലും. അപ്പോൾ എനിക്ക് ഷെയറായി വന്നിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഗ്രാൻഡ് ഫിനാലെ 7 മണിക്ക് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ ലൈവ് വോട്ട് കൂടി ഉണ്ടാകും കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 7 മണിക്ക് ഗ്രാൻഡ് ഫിനാലെ സ്റ്റാർട്ട് ആവുന്നത് മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ ലൈവ് വോട്ടിങ് ഓപ്പൺ ആവും.
വീണ്ടും ഒരു അവസരം കൂടെ കിട്ടുക, ലൈവായിട്ട് വോട്ട് ചെയ്യുക. അതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നുള്ള വിജയെ പ്രഖ്യാപിക്കുന്നത് എന്നാണ് പറയുന്നത്. പ്രേക്ഷകരുടെ വോട്ട് ടൈം ആണ് ശരി. ഇനി ലൈവ് വോട്ട് ഓഡിയൻസ് പ്രേക്ഷകർക്കും ചെയ്യാം. ഗ്രാൻഡ് ഫിനാലെ വിന്നറെ അനൗൺസ് ചെയ്യുന്നതിന് 15 മിനിറ്റ് മുൻപ് വരെ ലൈവ് വോട്ടിംഗ് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഓപ്പൺ ആകും. വിന്നറെ തിരഞ്ഞെടുക്കുന്നതിന് 15 മിനിറ്റ് മുൻപ് വരെ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സംഭവം വോട്ടിങ്ങിൻ്റെ ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം മാക്സിമം നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ചെയ്യാത്ത ആൾക്കാർക്ക് വീണ്ടും ഒന്നുകൂടെ വോട്ട് ചെയ്യാനുള്ള അവസരമാണ് അവിടെ തരുന്നതെന്നാണ് പറയുന്നത്. 7 മണിക്ക് സ്റ്റാർട്ടായാൽ തീരാൻ 10-11 മണിയൊക്കെ ആകും. പക്ഷേ ഗ്രാൻഡ് ഫിനാലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഒരു 10-10:30 വരെ കാണാൻ ചാൻസ് ഉണ്ട്. അതുവരെ വോട്ടിംഗ് ഓപ്പൺ ആയേക്കും കേട്ടോ. അപ്പം ഇത് ഒരു ലാസ്റ്റ് അവസരമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾ വിൻ ആവണമെങ്കിൽ, കപ്പ് ഉയർത്തണമെങ്കിൽ ഒരു അവസരവും കൂടെ, ചാൻസ് കൂടെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന്, കുറേ സത്യമാണെന്നാണ് ഞാൻ കേൾക്കുന്നത്. ഇന്നലത്തെ വോട്ടിംഗ് ക്ലോസ് ചെയ്തപ്പോൾ കിട്ടിയ ടോട്ടൽ വോട്ടും ഇന്ന് ലൈവിൽ കൂടി കിട്ടുന്ന ടോട്ടൽ വോട്ടും രണ്ടും കൂടി കൂട്ടി നോക്കി കൂടുതൽ വോട്ടുകളോടെ ലീഡ് വരുന്നത് ആർക്കാണ്, ആ സമയത്താണ് വിന്നറെ അനൗൺസ് ചെയ്യുന്നത്. അപ്പം എന്തായാലും ഇങ്ങനൊരു ചാൻസും കൂടെ കിട്ടുവാണെങ്കിൽ കേട്ടോ, അപ്പം നമുക്ക് കുറച്ചുകൂടെ വോട്ട് ആ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇതൊന്ന് മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക.